ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചെമ്മീനും കായും വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഒഴിച്ചുകറി റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് പച്ചക്കായാണ്, നല്ല ഇളയ കായാണ് എടുക്കുന്നത്. മൂത്ത കായ് എടുക്കരുത്. ഇതുപോലുള്ള 3 കായാണ് ഞാൻ ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ ഒരു 100 ഗ്രാം ചെമ്മീനും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ നോക്കാം. പിന്നെ എടുത്തത് ഒരു പച്ചമുളക് നടുകെ കീറിയത്, ഒരു മീഡിയം സൈസ് തക്കാളി അത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചുള കുടംപുളി അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി മസാലപ്പൊടികളൊക്കെ നമുക്ക് കറിയിലിടുന്ന വഴിക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുറിച്ച് വെച്ച കായയുടെ കഷ്ണം നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ പച്ച തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ കഴുകി വെച്ച ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇടേണ്ടത് മുളക് പൊടിയാണ്, ചുവന്ന മുളക് പൊടി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ, അതായത് ഞാൻ എടുത്ത ഈ സ്പൂണിന് 2 സ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഞാൻ ഇതിന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം. പിന്നെ വേണ്ടുന്നതാണ് നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളകും മീഡിയം സൈസ് തക്കാളിയും അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പിന്നീട് നോക്കിയിട്ട് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു കുറച്ചൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറിക്കൊന്ന് കുടംപുളി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. വലിയ പുളിയൊന്നും ഉണ്ടാവാൻ പാടില്ല, എന്നാലും കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ചെറിയ പുളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ ഓണാക്കി കൊടുക്കാം. അപ്പോൾ ചെമ്മീനും കായും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ചിട്ട് ഇച്ചിരി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ചെമ്മീനും കായും ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമ്മൾക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾക്ക് ഒരു പിഞ്ച് ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരു ഇച്ചിരി കളറിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടത്. അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ചെമ്മീനും കായെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇച്ചിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തു. ഇച്ചിരി മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അതുപോലെ തന്നെ എരിവുണ്ട്. ഇത് നല്ല കളറുണ്ട് കേട്ടോ കറി. അപ്പോൾ ഇത് അതിൻ്റെ വെളിച്ചക്കുറവ് മൂലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല കറിയുണ്ട്, നല്ല ചുവന്ന കളറുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം കറി നന്നായി പാകപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ചാറ് വേണ്ടുന്നത് അത്രയും ചാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾക്ക് ചെറിയൊരു സവാളയുടെ കഷ്ണം വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ വേണ്ട, അതിലും താഴെയായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി കഷ്ണം ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ചെറുതായി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കി. ഇനി നമ്മൾക്കതിലേക്ക് ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറിയിലിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കായും ചെമ്മീനും കൂടിയുള്ള ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. നാവുളുക്കിപ്പോയി ഗൈസ്. അപ്പോൾ ഉപ്പും എരിവും പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.